കുറേ പേര് എന്നോട് ചോദിച്ചുള്ള CPTയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ ചെയ്യുമെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ CPT റിലേറ്റഡ് ആയിട്ടുള്ള പാത്തോളജി ആൻഡ് ലബോറട്ടറി അത് നമ്മുടെ 8 സീരീസ് ആണ്. ഒന്നും എഴുതി പഠിക്കേണ്ട ഒരു കാര്യമല്ല ഈ മെഡിക്കൽ കോഡിംഗ് തന്നെ. കാരണം CPC എക്സാം എന്നുള്ളൊരു ഘടന ഉണ്ട്. വെറുതെ ഒരു കോഴ്സ് പഠിച്ച് ആണ്ട് കയറല്ലല്ലോ, നമുക്ക് എക്സാം എന്നിട്ടുള്ളൊരു ഘടന ഉണ്ട്. ആ എക്സാമിന് അതിൻ്റെതായ എമൗണ്ട് ഉണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടന്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് കുട്ടികളെ കമൻസ് വരുന്നുണ്ട്, ഒരുപാട് കുട്ടികളെ പേഴ്സണൽ മെസ്സേജസും വരുന്നുണ്ട് കണ്ടന്റ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. പിന്നെ അതുപോലെ നമ്മൾ കുറേ വീഡിയോയുടെ താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനും കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം കുറേ പേര് എന്നോട് ചോദിച്ചുള്ള CPTയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ ചെയ്യുമെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ CPT റിലേറ്റഡ് ആയിട്ടുള്ള പാത്തോളജി ആൻഡ് ലബോറട്ടറി അത് നമ്മുടെ 8 സീരീസ് ആണ്. അതിനെക്കുറിച്ച് അതിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ മന്ത് എൻഡിലും ബാച്ചസ് ഉണ്ട്. നമ്മളെ നെക്സ്റ്റ് ബാച്ച് ഇൻഡസ് എഡ്യൂക്കേഷനായ AAPC അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെക്സ്റ്റ് ബാച്ച് വരുന്നത് നമുക്ക് മെയ് 31 3:30 മുതൽ 5:30 വരെയാണ്. അതുപോലെ എല്ലാ മന്ത് എൻഡിലും നമുക്ക് ബാച്ചസ് ഉണ്ട്. UAE ഉള്ള കാൻഡിഡേറ്റ്സിനും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 2 to 4 ആണ് UAE ടൈമിംഗ് വരുന്നത്. ഇന്ത്യൻ ടൈം 3:30 to 5:30 ആണ് ഇന്ത്യൻ ടൈമിംഗ് വരുന്നത്. അപ്പോൾ UAE ഉള്ള കുട്ടികൾക്കും നാട്ടിലെ കുട്ടികൾക്കും ഒരുപോലെ തന്നെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ AAPC അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനായ ഇൻഡസ് എഡ്യൂക്കേഷനിൽ ജോയിൻ ചെയ്താൽ അതിൻ്റേതായ നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ല കാര്യങ്ങൾ, അതുപോലെ നല്ല ടീച്ചിങ് മെത്തേഡ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇൻഡസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. റെക്കോർഡഡ് ക്ലാസ് ഒന്നും ചെയ്തിട്ട് വെറുതെ ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട. നിങ്ങൾ ഓരോ കണ്ടന്റ് അറിയുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് സെൽഫായിട്ടോ റെക്കോർഡഡ് ക്ലാസ് വെച്ചിട്ടോ ഒന്നും എഴുതി പഠിക്കേണ്ട ഒരു കാര്യമല്ല ഈ മെഡിക്കൽ കോഡിംഗ് തന്നെ. കാരണം CPC എക്സാം എന്നുള്ളൊരു ഘടന ഉണ്ട്. വെറുതെ ഒരു കോഴ്സ് പഠിച്ച് ആണ്ട് കയറല്ലല്ലോ, നമുക്ക് എക്സാം എന്നിട്ടുള്ളൊരു ഘടന ഉണ്ട്. ആ എക്സാമിന് അതിൻ്റെതായ എമൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഡയറക്റ്റ് ക്ലാസ്സോ മീൻസ് ഓൺലൈൻ ക്ലാസ് ആയാലും ലൈവ് ക്ലാസ് പഠിക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നതുകൊണ്ട് നോ പ്രോബ്ലം, ബട്ട് ലൈവ് ക്ലാസ് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. പാത്തോളജി ആൻഡ് ലബോറട്ടറി ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 8 സീരീസ് ആണ് വരുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പാത്തോളജി ആൻഡ് ലബോറട്ടറിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഇതിൽ മെയിനായിട്ട് എന്ന് പറയുന്നത് കുറച്ച് പാനൽസ്. ഫസ്റ്റ് തന്നെ പറയാൻ പോണ പാനൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പാനൽ എന്താണ്, എങ്ങനെയാണ് അത് കോഡ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ലൈക്ക് ചെയ്ത അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളുടെ അടുത്ത് റീച്ചിലെത്തുക. ആ കൂടുതൽ കുട്ടികളുടെ അടുത്ത് റീച്ചിലെത്തുമ്പോഴാണ് കമൻ്റ് ഇടുക. അതുപോലെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ആ കമൻറ്റിൽ നിങ്ങൾ എത്ര കുട്ടികളെ ഏതൊക്കെ ടോപ്പിക്ക് നോക്കണമെന്ന് കൂടുതലായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു പറഞ്ഞാലാണ് ഞാൻ ആ ടോപ്പിക്ക് ചെയ്യുക. അപ്പോൾ ലൈക്കും കമൻറ്റും മറക്കരുതെന്ന്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടോളൂ. ഈ ചാനൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. അപ്പോൾ നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം CPT ബുക്ക് കയ്യിലുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് CPT ബുക്ക് എടുക്കുക. കുറച്ച് വെയിറ്റ് ഉണ്ട്, അത് എടുത്ത് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ CPT ബുക്കിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാവരുടെ പേജ് നമ്പറും എനിക്കറിയില്ല. എൻ്റെ ബുക്കിൻ്റെ പേജ് നമ്പർ എന്ന് പറയുന്നത് 596 ആണ്. ഈ 596ൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും പാത്തോളജി ആൻഡ് ലബോറട്ടറി. അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ഓർഗൻ ഓർ ഡിസീസ് ഓറിയൻറ്റഡ് പാനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പാനൽ? ഒരു പാനൽ എന്താണ്? കോഡ്സ് ഒക്കെ നിങ്ങൾ തനിയെ വായിക്കുക. ഞാൻ ഓരോന്നിൻ്റെ ഗൈഡ് ലൈൻസും അതിൻ്റെ എക്സാമ്പിൾസും ആണ് പറയുന്നത്. ഇതിലുള്ള ഓരോ പാനലും നിങ്ങൾ നോക്കിയിട്ട് വായിക്കുക. അപ്പോൾ എന്തിനാണ് നമ്മളൊരു പാനൽ യൂസ് ചെയ്യുന്നത്? ഒരു പാനൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു പാനൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നോക്കി 80047 അതിനെ പറയാനാണ് ബേസിക് മെറ്റാബോളിക് പാനൽ എന്ന് പറയുന്നത്. ആ പാനലിന് വരുന്ന കാര്യങ്ങളാണ്
കാൽഷ്യം അയണൈസ്ഡ്, കാൽഷ്യം കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറൈഡ്, ക്രിയാറ്റിൻ, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം, സോഡിയം, യൂറിയ, നൈട്രജൻ, ഇത്രയും കാര്യങ്ങൾ ആ പാനലിൽ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ക്വസ്റ്റ്യനിൽ ഇതെല്ലാം തന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് 80047 എന്നിട്ടുള്ള കോഡ് ഉണ്ടെങ്കിൽ മീൻസ് അതാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്താ, നമുക്ക് ഒന്നും കൂടി സ്പേസ് സ്റ്റോറേജിനും ഈ എല്ലാ ഓരോന്നിനും കോഡ് എടുത്ത് എഴുതുന്ന നേരം കൊണ്ട് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് എടുത്ത് കഴിഞ്ഞാൽ ഈ പാനലിന്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് പാനൽസ് ഉണ്ട്. ബേസിക് മെറ്റാബോളിക് പാനൽ, കാൽഷ്യം അയോണൈസ്ഡ് ഉണ്ട്, കാൽഷ്യം ടോട്ടൽ ഉണ്ട്, ഇലക്ട്രോലൈറ്റ് പാനൽ ഉണ്ട്, ജനറൽ ഹെൽത്ത് പാനൽ ഉണ്ട്, കോംപ്രിഹെൻസീവ് മെറ്റാബോളിക് പാനൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് പാനൽസ് ഉണ്ട്. ഇതിന്റെ കോഡ് റേഞ്ചസ് വരുന്നത് 80047 മുതൽ 80081 ആണ്. അപ്പൊ ഇതിൽ ഓരോ പാനലും നിങ്ങൾ വായിച്ചു നോക്കണേ. ഇതാണ് പാനൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഓരോ ഗൈഡ് ലൈൻ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊന്ന് നോക്കി നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പാനൽ എന്താന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒരു ലബോറട്ടറി, കുറേ ലബോറട്ടറി സർവീസിനെ നമുക്ക് ഒരുമിച്ച് മീൻസ് ലബോറട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ മെഡിക്കൽ കോഡിങ് ഒന്നുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാനൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാനൽസിൻ്റെ അത് യൂസ് ചെയ്യുമ്പോൾ ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ട്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു പാനൽ എടുത്ത് നോക്കിയാൽ എങ്ങനെയാണ് ഒരു പാനൽ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുക. ആ പാനലിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ള എല്ലാ ടെസ്റ്റും ആ പാനലിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പാനൽ കോഡ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ ഗൈഡ് ലൈൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുക, ഒരു പാനലുണ്ട്, ആ പാനലിൽ മീൻസ് ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ ക്വസ്റ്റ്യനിൽ പറയണ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം, അതിലൊരു കാര്യം ഇല്ലെങ്കിൽ ആ പാനൽ നമുക്ക് എടുക്കാൻ പാടില്ല. ഇതാണ് ഫസ്റ്റ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം, ആ ക്വസ്റ്റ്യൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, എ 47-year-old established patient has unexplained weight gain. The physician orders a series of lab tests to determine the cause of patient weight gain. The following tests were ordered: total calcium, carbon dioxide, chloride, creatine, glucose, potassium, sodium and urea nitrogen. What are the correct procedure code for this encounter? അതിൽ A, B, C, D, എയിലും ബിയിലും ഒരുപാട് കോഡ്സ് ഉണ്ട്. അതേപോലെ സി എന്ന് പറഞ്ഞാൽ 80047, 80048, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ടെക്സ്റ്റിൽ അതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം, എങ്ങനെയാണ് ഇതിൻ്റെ കോഡ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ടെക്സ്റ്റിലൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പേജ് നമ്പർ 596 എടുക്കുക. നമ്മൾ പറഞ്ഞുള്ള കാര്യങ്ങൾ ടോട്ടൽ കാൽഷ്യം, അതേപോലെ കാർബൺ ഡയോക്സൈഡ്, ക്ലോറൈഡ്, ക്രിയാറ്റിൻ, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം, സോഡിയം, യൂറിയ, നൈട്രജൻ. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ 80048 അതിൻ്റെ പാനലൊന്ന് നിങ്ങൾ നോക്കിയാൽ അതിലെന്തൊക്കെ വരുന്നുണ്ട്. കാൽഷ്യം ടോട്ടൽ, അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ്, അതും നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. ക്ലോറൈഡ്, അതും നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. ക്രിയാറ്റിൻ, ഗ്ലൂക്കോസ്, പൊട്ടാസ്യം, സോഡിയം, യൂറിയ, നൈട്രജൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പാനലായിട്ട് നമുക്ക് കോഡ് ചെയ്യാം. ഇതിലൊരൊറ്റ കോഡ് മതി. എന്താണ് ഇതിൻ്റെ ആൻസർ വരിക? ഓപ്ഷൻ ഡി, 80048. ഇതാണ് നമ്മൾ കോഡ് വരിക. ഓക്കെ, എന്തായിരുന്നു? ഓപ്ഷൻ ഡി 80048. ഇതാണ് നമ്മൾ കോഡ് വരിക. ഓക്കെ, ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നുമല്ല, നമ്മൾ ഗൈഡ് ലൈൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരു പാനൽ കോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ ആ പാനലിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെസ്റ്റും പറഞ്ഞെങ്കിൽ മാത്രമാണ് ഇത് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു എക്സാമ്പിൾ 2 ആയിട്ട്, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഇവർ യൂറിയ നൈട്രജൻ എന്നിട്ടുള്ളൊരു സംഭവം പറഞ്ഞിട്ടില്ല, ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുള്ളൂന്നുണ്ടെങ്കിൽ ഈ കോഡായ 80048 എന്നുള്ള പാനൽ കോഡ് നമ്മൾ എടുക്കാൻ പാടില്ല.
എന്തുകൊണ്ടാണ് അത് എടുക്കാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ ആ കോഡ് മീൻസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഗൈഡ് ലൈൻസ് ആണ്, എല്ലാതും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കോഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരെണ്ണം ഇല്ലാത്ത കാരണം ഇതെല്ലാം ഇൻഡിവിജ്വലി നമ്മൾ കോഡ് ചെയ്യേണ്ടി വരും. അതാണ് എക്സാമ്പിൾ 2 പറയണത്. ഓക്കെ, നമുക്കിനി അടുത്ത ഗൈഡ് ലൈൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഗൈഡ് ലൈൻ, ഫസ്റ്റ് ഗൈഡ് ലൈൻ മനസ്സിലായില്ലേ? ഫസ്റ്റ് സെക്കൻഡ് ഗൈഡ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു ഫിസിഷ്യന് ഒരു ടെസ്റ്റ് സീരീസ് ഓഫ് ടെസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ടെസ്റ്റും ആ പാനലിൽ ഉണ്ടെങ്കിൽ മാത്രം ആ പാനൽ ഫുൾ കോഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഒരു ടെസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പാനൽ കോഡ് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ഇൻഡിവിജ്വൽ കോഡ്സ് എടുക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ. സെക്കൻഡ്, ഇനി രണ്ടാമത്തെ ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരു പാനലുണ്ട്, ആ പാനലിൽ അടങ്ങണ എല്ലാ കോഡ്സും ഉണ്ട്. മീൻസ് ആ പാനലിൽ അടങ്ങണ എല്ലാ ലാബ് ടെസ്റ്റും പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ പാനലിൽ ഇല്ലാത്ത കുറച്ച് എക്സ്ട്രാ ടെസ്റ്റുകൾ വേറെയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, പ്ലസ് ഇതിലല്ലാത്ത വേറെ എക്സ്ട്രാ കാര്യങ്ങളും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാനലും കോഡ് ചെയ്യുക. എക്സ്ട്രാ വരുന്നതിൻ്റെ സിംഗിൾ കോഡ്, അതിൻ്റെ ഓരോ കോഡും എടുത്തത് അതിന് സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം, ഞാൻ സൈഡിൽ കൊടുക്കാം. മൈക്ക് ഹാഡ് ദ ഫോളോയിങ് ലാബ് ടെസ്റ്റ്: കാർബൺ ഡയോക്സൈഡ്, ക്ലോറൈഡ്, പൊട്ടാസ്യം, സോഡിയം, ഗ്ലൂക്കോസ്. ഹൗ ഷുഡ് യു റിപ്പോർട്ട് ദിസ് ലാബ് വർക്ക്? എങ്ങനെയാണ് ഇത് നോക്കുക? അപ്പോൾ നിങ്ങൾ CPTയിൽ 80051 നോക്കുകയെന്ന് വിചാരിക്കുക. അതിലെന്താ ഇലക്ട്രോലൈറ്റ് പാനലാണ്. ആ പാനലിൽ എന്താ വരുന്നത്? കാർബൺ ഡയോക്സൈഡ് എന്താ നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ ക്ലോറൈഡും നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. സോഡിയം അതും നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. പൊട്ടാസ്യം നമ്മളെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ഈ പാനലിന് വരുന്ന എല്ലാതും നമ്മളേലുണ്ട്. പക്ഷേ എക്സ്ട്രാ ഒരാളും കൂടി വന്നിട്ടുണ്ട്. എക്സ്ട്രാ വന്നുള്ള ആളാരാ? ഗ്ലൂക്കോസും കൂടി നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ആ പാനലും കോഡ് ചെയ്യണം. ആ പാനലിൻ്റെ കോഡ് എന്ന് പറയുന്നത് 80051. പിന്നെ ഞാൻ എക്സ്ട്രാ എന്ത് കോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഗ്ലൂക്കോസ്. എങ്ങനെയാണ് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ കോഡ് എടുക്കുക? ഗ്ലൂക്കോസിൻ്റെ കോഡ് എടുക്കാനൊന്നുമില്ല. നമ്മൾ ഈ ഒരു 596 പേജ് കാണുമ്പോൾ കണ്ട, ഇപ്പോൾ കാൽഷ്യം അയണൈസ്ഡ് ആണ് അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നെ അതിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പാനലിൽ നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 80047 നോക്കുമ്പോൾ 1 2 ഒരു 5 6 അതായിട്ട് ഏകദേശം എന്ത് വരുന്നുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ കോഡ് ഏതാ? 82947. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു പാനലും ഉണ്ട്. ഒരു പാനലിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ എക്സ്ട്രാ കാര്യങ്ങൾ നമുക്ക് മീൻസ് എക്സ്ട്രാ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാനലും കോഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്തും കോഡ് ചെയ്യും. ആ എക്സ്ട്രാ വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, നമുക്കിനി അടുത്ത ഗൈഡ് ലൈനോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് ആൻഡ് നോൺ ഓവർലാപ്പിംഗ് പാനൽസ്. ഞാൻ ഫുള്ളായിട്ട് എഴുതണില്ല, സൈഡിൽ കൊടുക്കാം. എന്താണ് ഓവർലാപ്പിംഗ് ആൻഡ് നോൺ ഓവർലാപ്പിംഗ് പാനൽ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ തേർഡ് ഗൈഡ് ലൈൻ എന്ന് വെച്ചാൽ ഇപ്പോൾ 2 പാനൽസ് നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ 2 പാനൽ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓവർലാപ്പിംഗ് ആൻഡ് നോൺ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഓവർലാപ്പിംഗ് പാനൽ, ഇപ്പോൾ നോൺ ഓവർലാപ്പിംഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, 2 പാനൽസിൻ്റെ മീൻസ് 2 ഇതിലും 2 കോഡ്സ് ഉണ്ടെങ്കിൽ ആ 2 പാനലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യുക. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് 2 എണ്ണത്തിലുള്ള ലാബ് ടെസ്റ്റാണ് ഓർഡർ ചെയ്തുള്ളത്. അതാണ് നോൺ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓവർലാപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓവർലാപ്പിംഗ് ഇപ്പോൾ ഇതിലുള്ള സെയിം ടെസ്റ്റ്, ഇപ്പോൾ ഫസ്റ്റ് പാനലിലുള്ള സെയിം ടെസ്റ്റ് തന്നെ എന്തിലും വരികയാണ്, സെക്കൻഡ് പാനലിലും വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യുക? ഡിഫറെൻ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് 2 പാനൽ, ഇപ്പോൾ ഇലക്ട്രോലൈറ്റ് പാനലും ബേസിക് മെറ്റാബോളിക് പാനലെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ട് കോഡ് ചെയ്യുക. ഇപ്പോൾ 2 പാനലിലും സെയിം ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്? നമ്മൾ ഹയസ്റ്റ് പാനൽ കോഡ് ചെയ്യുക. ഹയസ്റ്റ് പാനൽ എന്ന് വെച്ചാൽ കൂടുതൽ ഉള്ള വലിയ പാനൽ കോഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ചെറിയ പാനലായിട്ടുള്ളതിൽ ഇപ്പോൾ ഹയസ്റ്റ് പാനലിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചെറിയ പാനലിലും വരുന്നുണ്ടായിരിക്കും. ആ ചെറിയ പാനലിൽ ഇല്ലാത്ത എക്സ്ട്രാ നമ്മൾ കോഡ് ചെയ്യാത്ത എക്സ്ട്രാ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് വേറെ ആയിട്ട് കോഡ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്നും കൂടി പറയാം. ഓവർലാപ്പിംഗ് ആൻഡ് നോൺ ഓവർലാപ്പിംഗ് പാനൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് പാനൽസിൽ സെയിം ആയിട്ടുള്ള ലാബ് ടെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർലാപ്പിംഗ് അതാണ് ഓവർലാപ്പിംഗ് പാനൽ എന്ന് പറയുന്നത്. അതിൽ ബിഗ്ഗസ്റ്റ് പാനൽ കോഡ് ചെയ്തിട്ട് എന്നിട്ട് സ്മോളസ്റ്റ് പാനൽ നമ്മളിതിൽ ഇൻക്ലൂഡഡ് ആവാത്ത ടെസ്റ്റുകൾ എക്സ്ട്രാ സെപ്പറേറ്റ്ലി കോഡ് ചെയ്യുക. ഇനി രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് വെച്ചാൽ രണ്ട് പാനലിൻ്റെ കോഡും കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫിസിഷ്യൻ ഓർഡേഴ്സ് കോംപ്രിഹെൻസീവ് പാനൽ ആൻഡ് ഹെപ്പാറ്റിക് പാനൽ. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 596 എടുക്കുമ്പോൾ നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് 80053 അത് എടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് മെറ്റാബോളിക് പാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കാണാം. അതേപോലെ പേജ് നമ്പർ 597 ഹെപ്പാറ്റിക് ഫങ്ഷൻ പാനലുണ്ട്. ആ രണ്ട് പാനലും നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം ഏത് പാനലാണ് വലുത്, ഏതാണ് വലുത് വരിക, കമൻറ്റ് ചെയ്യൂ. ഏത് പാനലാണ് വരിക എന്ന് വെച്ചാൽ കോംപ്രിഹെൻസീവ് മെറ്റാബോളിക് പാനൽ. നമ്മളൊരു ക്ലാസ് എന്ന് വെച്ചാൽ നമുക്ക് ലൈവ് ആവണ്ടേ, നമ്മൾ നേരിട്ട് മീൻസ് പറയണ പോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു ക്ലാസ് എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്നുകൂടി ലൈവ് ആണെന്നുണ്ടെങ്കിൽ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈവാക്കി തരാൻ വേണ്ടി ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏത് പാനൽ മെയിനായിട്ട് വരിക, വലിയ പാനൽ വരിക കോംപ്രിഹെൻസീവ് മെറ്റാബോളിക് പാനൽ. അപ്പോൾ കോംപ്രിഹെൻസീവ് മെറ്റാബോളിക് പാനലിൻ്റെ കോഡാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഏത് കൊടുക്കും? 80053 ഇതാദ്യം കൊടുക്കണം. ഇനി രണ്ട് പാനലും കൂടി നോക്കുമ്പോൾ ഇതിലേതൊക്കെ നമുക്ക് ഇൻക്ലൂഡഡ് ആണ്? ഓക്കെ, ആൽബുമിൻ 2 വരുന്നുണ്ട്, ബിൽറുബിന് ടോട്ടൽ വരുന്നുണ്ട്, അതേപോലെ ബിൽറുബിൻ ഡയറക്റ്റ് എന്നിട്ട് നമുക്ക് അതിൽ വരുന്നില്ല. പിന്നെ ഫോസ്ഫേറ്റ് ആൽക്കലൈൻ അതിൽ ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ അതേപോലെ പ്രോട്ടീൻ ടോട്ടൽ വരുന്നുണ്ട്, ട്രാൻസ്ഫറസ് വരുന്നുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കോഡ് ചെയ്യേണ്ടി ഏതൊക്കെയാണ് വരിക? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കി ഏതാണ് എക്സ്ട്രാ ആയിട്ട് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? കോംപ്രിഹെൻസീവ് മെറ്റാബോളിക് പാനലും ഹെപ്പാറ്റിക് ഫങ്ഷൻ പാനലിൽ നോക്കുമ്പോൾ വലിയ പാനൽ എന്ന് പറഞ്ഞാൽ 8053 ആണ്. അപ്പോൾ അത് കോഡ് ചെയ്തു. അതിലില്ലാത്തത് നമ്മൾ ഈ സ്മോളർലി ഇല്ലാത്തത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഏതാണ്? ബിൽറുബിൻ ഡയറക്റ്റ് മാത്രമാണ് നമുക്ക് ഇതിൽ മെയിൻ വലിയ പാനലില്ലാത്തത്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? ആ ബിൽറുബിൻ ഡയറക്റ്റിൻ്റെ കോഡ് എക്സ്ട്രാ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ബിൽറുബിൻ ഡയറക്റ്റിൻ്റെ കോഡ് എന്താ വരിക? ബിൽറുബിൻ ഡയറക്റ്റിൻ്റെ കോഡ് വരുന്നതാണ് 82248. അപ്പോൾ ഞാനൊന്ന് ഡിസ്ക്രിപ്റ്റീവായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പാനൽ കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കംപ്ലീറ്റ് ടെസ്റ്റും ഉണ്ടെങ്കിൽ, ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കംപ്ലീറ്റ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ പാനൽ കോഡ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ആ കംപ്ലീറ്റ് പാനൽ കോഡ് ചെയ്യാൻ പാടില്ല, എല്ലാത്തിനും ഇൻഡിവിജ്വലായിട്ട് കോഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു കംപ്ലീറ്റ് പാനലിൻ്റെ ഉണ്ട്, എക്സ്ട്രാ വേറെ ടെസ്റ്റുകളും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ആ പാനൽ കോഡ് എടുത്തിട്ട് എക്സ്ട്രാ ഉള്ള ഇൻഡിവിജ്വലി കോഡ് ചെയ്യുക. പിന്നെ ഓവർലാപ്പിംഗ് ആൻഡ് നോൺ ഓവർലാപ്പിംഗ്. ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് പാനൽസാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഡിഫറെൻറ്റ് പാനൽസ് കോഡ് ചെയ്യുക. ഇപ്പോൾ രണ്ട് പാനലിലുള്ളത് സെയിം ആയിട്ടുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ, രണ്ട് പാനൽ ഉള്ളിൽ സെയിം ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഓവർലാപ്പിംഗ് വരിക. അതിൽ ഫസ്റ്റ് പാനൽ വലിയ പാനൽ ഏതാണോ അത് കോഡ് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് പാനലിൽ ഇനിയിപ്പോൾ ഫസ്റ്റ് പാനലിൽ ഇല്ലാത്ത ഏതാണോ സെക്കൻഡ് പാനലിലുള്ളത് അതിൻ്റെ ഇൻഡിവിജ്വൽ കോഡ് എടുക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് പാത്തോളജി ആൻഡ് ലബോറട്ടറിയിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു വലിയൊരു ടോപ്പിക് തന്നെയാണ് ഇത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കണ്ടൻറ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറക്കണ്ട. പിന്നെ നമ്മൾ നെക്സ്റ്റ് ബാച്ച് മെയ് 31 വരുന്നുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ മന്ത് എൻഡിലും ബാച്ചസ് വരുന്നുണ്ട്. AAPC അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇൻഡസ് എഡ്യൂക്കേഷനിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.